പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഈ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും വിളിക്കുമ്പോൾ ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ പോകുമോ? അത് മാത്രവുമല്ല, വിളിക്കുമ്പോഴേക്ക് ആരെങ്കിലും പോയിട്ട് തുണി അഴിച്ചു കൊടുക്കുമോ ഇല്ലെങ്കിൽ കിടന്നു കൊടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ പല കമന്റുകളും അതുപോലെ തന്നെ പല വീഡിയോസും പല കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാവങ്ങളായ ജനങ്ങളെ ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ വരുന്ന കാര്യങ്ങൾ, അതായത് കിടന്നു കൊടുത്തു എന്നും പിന്നെ അലസിപ്പിച്ചു എന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരുത്തൻ കയ്യോ കാലോ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതിയിലുള്ളവനാണ്, പണക്കാരനാണ്, വലിയ കാറുണ്ട്, വലിയ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോഴും തന്നെ നിങ്ങൾ ഒരിക്കലും ഓടിപ്പോകാൻ പാടില്ല. ഓടിപ്പോയി കഴിഞ്ഞാലും ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. പല സിനിമാ താരങ്ങൾക്കും പല ആൾക്കാർക്കും പറ്റുന്നൊരു സംഭവം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നെറ്റിൽ കിടന്ന് കറങ്ങുന്ന ഒരു 3-4 നടിമാരുടെ ഈ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവരെ ഏതോ ഒരു നിമിഷത്തിൽ മതിമറന്നപ്പോഴേ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ് അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കിടന്നു കൊടുത്തത് ഒരു തെറ്റ്, പിന്നെ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരുടെ കൂടെ പോയത് വലിയൊരു തെറ്റ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ കണ്ടിട്ടും അവിടെ ചിരിച്ചുകൊണ്ട് നിന്നത് അത് അതിലും വലിയൊരു തെറ്റാണ്. കാരണം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവൻ ചതിക്കും അല്ലെങ്കിൽ അവൻ പുറത്തുവിടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെന്ന് പറയുന്ന ഒരു സിനിമാ താരത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനോ മറ്റുള്ളവർക്കോ മാത്രം ഒരു സംഭവിക്കുന്ന ഒരു തെറ്റല്ല. ഇത് പലതരത്തിലെന്ന് പറഞ്ഞ ഓഫീസുകളിൽ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട്, ഇവിടെയുണ്ട്. എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. നടക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ബീച്ചിലോ പാർക്കിലോ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള ആൾക്കാർ ഉണ്ട് താനും. ഉള്ള കാര്യം പറയുന്നത് എല്ലാവരും ഇപ്പം നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോന്നിയവാസം എവിടെയെല്ലാം നടക്കുന്നുണ്ട്. ആ തോന്നിയവാസത്തിന്റെ മൂർധന്യ അവസ്ഥയില്, അതായത് എല്ലാം നിനക്ക് ഞാൻ വെച്ച് തരും എന്ന് പറയുമ്പോഴും അവരൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ കൃത്യമായിട്ട് വീഡിയോ എടുക്കാനുള്ള സംവിധാനവും കൂടി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോയും എടുത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് നീ എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് എപ്പോഴെങ്കിലും ഇപ്പം പുറത്തുവിടും, ഇല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ടാകും എന്ന് നിങ്ങൾ ആലോചിക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ ഇതൊന്നും ആലോചിക്കൂല. ഈ ഒരു സംഭവം പോലും നിങ്ങൾ ആലോചിക്കൂല. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിനെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇന്ന് കുറച്ചും കൂടി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. പലരുടെയും കുടുംബജീവിതം വരെ തകർന്നത് ഇമാതിരി തോന്നിയവാസങ്ങൾ കൊണ്ടാണ്. അതായത് ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ചിലപ്പോഴും വെളിയിലൂടെ പോകുമ്പോഴും ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ കാറിലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ വരെയുണ്ട്. എല്ലാവരുടെ ഉള്ളിലെന്ന് പറഞ്ഞ ഒരു കുറുക്കൻ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അവിഹിതം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഒരുപാട് അവിഹിതങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇപ്പോഴും പറയുകയാണ്, 90% ആൾക്കാരും ഇതിൻ്റെ പുറകെ തന്നെയാണ്. അതുകൊണ്ട് ഇതിലൊന്നും നമുക്ക് ആരെയും പഴിചാരാൻ പറ്റൂല. പക്ഷേ പക്ഷേ നമുക്കിത് ആരെയും പഴിചാരാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. പല പ്രലോഭനങ്ങളും നൽകും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമാണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവരുടെ കുടുംബമാണ് തകർന്നു പോകുന്നത്. ആണുങ്ങൾ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ അവന്മാർ രക്ഷപ്പെടും. അതായത് അവന്മാർ ചിലപ്പോഴും വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയുന്നത് എന്തായിരിക്കും എന്നറിയാം, അയ്യോ എന്നെ ഓള് പെടുത്തിയതാണ്, ഓളെന്നെ ഭയങ്കരമായി പ്രലോഭിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഓനെന്നെ ഇതാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ അങ്ങനെ രക്ഷപ്പെടും. ഇവന്മാർക്കൊരു കൂസലും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യയും ഭർത്താവും ഉള്ള ഒരു ആണുങ്ങൾ, ഇല്ലെങ്കിൽ ഒരു ഭർത്താവും അതുപോലെ ഭാര്യയുമുള്ള ഒരാള്, രണ്ടുപേര് തമ്മിൽ എന്ന് പറഞ്ഞാൽ മാറി മാറി അഭിഹിതം നടത്തുന്നത്. ഇപ്പൊ വേറൊരുത്തന്റെ ഭാര്യ ആയിരിക്കാം, വേറെ ഒരുത്തിന്റെ ഭർത്താവായിരിക്കാം. ഇവരെ നടത്തി പിടിച്ചു കഴിഞ്ഞാൽ ഈ ആണ് കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ പലതും പറയും, അവൻ പല നുണകളും പറയും, അവൻ പല കാര്യങ്ങളും പറയും. പക്ഷേ സ്ത്രീക്കുണ്ടല്ലോ, അതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതം നശിച്ചു എന്നുള്ളതാണ്. കാരണം എന്താ, ഇവരെ ഭർത്താവ് ഇവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കും, മക്കൾ ഒഴിവാക്കും, അയാൾ വേറെ കല്യാണം കഴിക്കും. അതാണ് സ്ഥിതി. നേരെ മറിച്ച്
മറ്റവന്റെ ഭാര്യ വേറെ കിട്ടുമോ? കിട്ടത്തില്ല. അവൾ ഒഴിവാക്കുമോ? ഒഴിവാക്കത്തില്ല. എന്തുകൊണ്ടാ? ആ ശമ്പളം മുടങ്ങരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന് കെയർ കിട്ടിയില്ലെങ്കിൽ വേണ്ടിയിൽ ഇവൻ ചത്തുപോയി പെൻഷനും കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഇവന് കഴിയാം. മക്കളാണെങ്കിലും ഇവനോടൊന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ ചിലപ്പോൾ പറയും നിങ്ങളുടെ പിന്നെ ഇതാണ് നിങ്ങളുടെ പ്രശ്നമാണ്, അമ്മയോടാ പറയുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവിഹിതം പല വിധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അവിഹിതം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വിലയില്ലാത്തത്. കാരണം എന്താ, ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഹിതം മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിക്കഴിഞ്ഞാലും അതെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് ഈ സോഷ്യൽ മീഡിയ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്. എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. പലരും എന്ന് പറഞ്ഞാൽ ഓഫീസിലായാലും എവിടെ ആയി കഴിഞ്ഞാലും അപ്പം മെസ്സേജ് അയക്കലും ഈ പരിപാടി തന്നെയാണ്. കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, ജീവിതം ആഘോഷിക്കണം, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകൾ അങ്ങനെയും വരുന്നുണ്ട്. കാര്യം എന്താ, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനിങ്ങനെ മാറ്റി മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കലാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. 40 വയസ്സ് കഴിഞ്ഞാൽ പ്രേമിക്കണം, 40 വയസ്സുകാരിയെ പ്രേമിക്കണം, 50 വയസ്സിൽ ഞങ്ങൾ പ്രേമിക്കണം, 50 വയസ്സിൽ ചെറുപ്പക്കാരെ പ്രേമിക്കണം, 50 വയസ്സിൽ 20കാരനെ പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ആൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 50 ആൾക്കെങ്കിലും ഇതിലൊരു 20 ആൾക്കെങ്കിലും ഇതിൽ വിചാരിക്കും ഈശ്വര എന്നാൽ അവൻ അങ്ങനെയൊന്നും നോക്കാം. അങ്ങനെ ഇവർ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മുഴുവൻ തപ്പുകയായി. അതായത് ഒരു 20കാരനെ അല്ലെങ്കിൽ ഒരു 25കാരനെ അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് അവനെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു. അവനാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ ചതിയിൽ വീഴ്ത്തണം എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെന്ത് ചെയ്യും, ഇവരറിയാതെ ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും, നിങ്ങളുടെ ഭർത്താവിനെ അയച്ചു കൊടുക്കും, നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കൊടുക്കണ്ടേ, എങ്ങനെയെങ്കിലും കൊടുത്തേ മതിയാവും. അങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ പിന്നെ ബീഹാർ അതിർത്തിയിൽ നടന്നൊരു സംഭവം ഇത്. അതായത് ഒരു 10, 60, 55 വയസ്സുള്ള ഒരു സ്ത്രീ പ്രേമിച്ചത് 20കാരനാ. ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക്. അവസാനം അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ള വെളിയിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരുടെയും സാമ്പത്തികം ഇപ്പോഴും മറ്റവരുടെ കയ്യിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇമാതിരി തോന്നിയവാസ പരിപാടിക്ക് പോയിട്ടാണ്. അതായത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് സ്ത്രീകളെ കരുതുന്നുണ്ട്. പിന്നെ ചില സ്ത്രീകളാണെങ്കിൽ ചില പുരുഷന്മാരെ ചോദിച്ചു കഴിഞ്ഞാൽ കടം കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് കരുതുന്നവരുണ്ട്. അങ്ങനെ കടങ്ങളായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവിഹിതങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ TV തുറക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിൻ്റെ അകത്ത് അവിഹിതമാണ്. വേറെ ഒന്ന് തുറക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിൻ്റെ അകത്ത് അവിഹിതമാണ്. അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു അവിഹിത മയം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക. സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട. അതായത് ഇമാതിരി തോന്നിവാസ പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മൾ 2 വട്ടം ഒന്ന് ആലോചിക്കണം. ഇല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഗതി. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ രാഷ്ട്രീയ നേതാവിനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ നേതാവായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, ഇവിടെ എത്രത്തോളം ആൾക്കാർ ഇമാതിരി പോക്കൃത്തരത്തിന് പോകുന്നത് നമുക്കറിയാം. ഇവിടെ ഒരാൾ മാത്രമൊന്നുമല്ല. ഇപ്പൊ ഇപ്പോൾ MLA ഇല്ല, അവൻ മാത്രമൊന്നുമല്ല, ഒരുപാട് എണ്ണം ഉണ്ട് ഇതിന്റെ പുറകിൽ പോന്നേ. ഇതിന് മാത്രം രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ജാതി ഒന്നുമില്ല ഇനി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനധികം പറയുന്നത്, സ്വാമികൾ വരെ പോകുന്നില്ലേ ഇനി, ചില സ്വാമിമാർ വരെ ഇതിന്റെ ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവന്മാരുടെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ചില ടീമിന്റെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം ചില പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നവരുണ്ട്. ഇതിന് മാത്രം ചില ആൾക്കാരെ ജോലിക്ക് വെക്കുന്നവരുണ്ട്. അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിഹിതമയമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് വളരെയധികം സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യം പേടിക്കാണ്ട് ജീവിക്കുക. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് കൊട്ടും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് ഒരുത്തം നിന്നോക്കുമ്പോൾ മാത്രമേ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഇലക്ഷൻ വരുമ്പോഴും ഇപ്പോഴും ഈ ഇലക്ഷനും ഇതുപോലെയുള്ള സംഭവം വന്നു. ഇനി അപ്പോൾ അടുത്ത ഇലക്ഷനുമായിട്ട് അടുത്ത അവിഹിതവുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.